ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ അമ്മ വന്നതിൻ്റെ കുറച്ച് വിശേഷങ്ങളാട്ടോ. അപ്പോൾ അമ്മ വന്നിട്ട് 2 ദിവസം ആയപ്പോൾ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ കൊടകിലെ ബ്രേക്ക്ഫാസ്റ്റും എല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഇടുന്നുണ്ട്, സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണേ. അമ്മ വന്നിട്ട് 2 ദിവസം ആയപ്പോൾ ഇവിടെ വീട്ടിൽ പനിക്കൂർക്ക ഇല്ലായിരുന്നു. അപ്പോൾ ഒരു പനിക്കൂർക്ക ഇങ്ങനെ റോഡ് സൈഡിൽ കണ്ടതാട്ടോ. അപ്പോൾ അത് പിള്ളേരുള്ള വീട്ടിൽ പനിക്കൂർക്ക മരുന്നുകളൊക്കെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്ന് അമ്മ നടണയാട്ടോ. പനിക്കൂർക്ക ഒരു നല്ല തൈ ഉണ്ടായിരുന്നു, അത് പറിച്ചുകൊണ്ടൊന്ന് നട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മ വീട്ടിലുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കോഴി, അങ്ങനെ കോഴികളെ വളർത്തണത് അതൊക്കെ അമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ കൊടകിൽ നിന്ന് വന്നപ്പോൾ കുറച്ച് തൈകൾ ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഞാൻ കാണിച്ചു തരാം. അതവിടെ നട്ടിട്ടുണ്ട്. അപ്പോൾ അമ്മ വന്നങ്ങനെ ഇങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് പണി തുടങ്ങി. ദേ വയമ്പ് എന്ന് പറയില്ലേ, വയമ്പ്, അതാണ് നട്ടിരിക്കുന്നത്. അമ്മ കൊടകിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നത് കേട്ടോ. അതേ അന്ന് കാണിച്ചെന്ന മരുന്ന് ചെടി അവിടെ അങ്ങനെ പടർന്ന് നിൽപ്പുണ്ട് കേട്ടോ. അത് വയറുവേദനയ്ക്കൊക്കെ നല്ലതാണ്. ദേ അമ്മ ഇപ്പോൾ വയമ്പ് ഇവിടെ നട്ടുകൊണ്ടിരിക്കുകയാണ്. ഒക്കെ പിള്ളേരുള്ള വീടുകളിൽ ഇങ്ങനത്തെ മരുന്നുകളൊക്കെ വേണം. അമ്മ നട്ടുകൊണ്ടിരിക്കുന്ന കൂടെയുള്ള ചെടിയില്ലേ, അത് ഗാളിമത് എന്ന് പറയും. അതിന് ഞാൻ വേറെ ആൾക്കാരോട് ചോദിച്ചപ്പോൾ അത് കർപ്പൂര തുളസി എന്ന് എന്താണ്ടാണ് പറഞ്ഞത്. മലയാളത്തിൽ അങ്ങനെയാണ് പറയണമെന്നാണ് പറഞ്ഞ് എനിക്കറിയാൻ പാടില്ല. അപ്പോൾ വയറുവേദനയൊക്കെ ഈ പീരിയഡ്സ് ആയ സമയത്തൊക്കെ അത് അരച്ച് കുടിച്ചാൽ നല്ലതാണ്. അപ്പോൾ അങ്ങനെ മരുന്ന് ചെടികൾ ഒത്തിരി ഉണ്ട്. പിന്നെ എൻ്റെ കുറച്ച് ചെടികൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാൻ ജോലിക്ക് പോണത് കൊണ്ട് കുറച്ച് അങ്ങനെ അധികം ഒന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല ചെടികളെ. അപ്പോൾ കുറച്ച് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇത് അമ്മ കൊണ്ടുവന്ന പാവയ്ക്ക കേട്ടോ. പാവയ്ക്ക അരിഞ്ഞ് ഉപ്പ് മുളക് തിരുമ്മിയിട്ട് അമ്മ ഉണക്കാൻ വെച്ചിരിക്കണതാണ്. ഇത് ഗന്ധരാജ പൂ നല്ല, ഇപ്പോൾ പൂ കുറവാണ്, പൂ ആവണ സമയത്ത് ഒത്തിരി പൂവാവും. പിന്നെ ഞങ്ങളുടെ നാരങ്ങ ജ്യൂസ് നാരങ്ങ കണ്ടോ, ജ്യൂസ് ഓറഞ്ച്, അത് ചെറുതാവുള്ളൂ. ഇപ്പോൾ ഒരെണ്ണേ ഉള്ളൂ, ഞാൻ കുറേ പറിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരെണ്ണേ ഉള്ളൂ, ഒരെണ്ണം കാണിച്ചു തരാം. ഇതേ കണ്ടോ, ഇതാണ് ജ്യൂസ് ഓറഞ്ച്. അപ്പോൾ അതിൽ നിറച്ച് വെള്ളം കേട്ടോ. നല്ല മണമാണ്, ഓറഞ്ചിൻ്റെ നല്ലൊരു മണമാണ് ഇതിന്. ഇത്ര ആയിട്ടുണ്ട്, തൈ ഇത്ര ആയിട്ടുണ്ട്. ഞാൻ ഇതൊക്കെ ഇതിനൊക്കെ മുമ്പ് കുഞ്ഞു തൈ ആയിരുന്നപ്പോൾ ഞാൻ വേറെ വീഡിയോയിൽ ഈ തൈകളൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ കൊടകിലെ പാപ്പുട്ട് എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാം. ഇതാണ് പച്ചരി. നമ്മൾ സാധാ റേഷൻ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന പച്ചരിയാണ്. പച്ചരി നമുക്ക് ഒരു നാഴി എത്ര വേണമെങ്കിലും എടുത്ത് കഴുകാം. ഒരു 3-4 പ്രാവശ്യം കഴുകിയിട്ട് ഇങ്ങനെ വെള്ളം പോകാനായിട്ട് വെക്കണം. ഇപ്പോൾ വെള്ളം പോകാനായി 3-4 പ്രാവശ്യം കഴുകിയതിന് ശേഷം വെള്ളം പോകാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു മുറത്തിൽ ഇങ്ങനെ ഒരു ചാക്ക് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഉണങ്ങാനായിട്ട് വെച്ചിരിക്കുകയാണ്. വെള്ളമൊക്കെ പോയതിന് ശേഷം ഇങ്ങനെ ഉണക്കാൻ വെക്കണം. വെയിലത്ത് നല്ല വെയിലുണ്ടായിരുന്നു, അപ്പോൾ വെയിലത്ത് ഇങ്ങനെ വെച്ചു. നല്ലോണം ഉണങ്ങിയിട്ടുണ്ട്. കടിക്കുമ്പോൾ സൗണ്ട് കേൾക്കണം. ഇങ്ങനെ കടിക്കുമ്പോൾ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവരുത്. കടിക്കുമ്പോൾ ഇങ്ങനെ സൗണ്ട് കേൾക്കണം. എന്നിട്ട് അതുപോലെ ഉണക്കിയിട്ട് ഒരു ദിവസം രാവിലെ തൊട്ട് ഒരു ഉച്ച വരെ ഒക്കെ ഉണക്കിയാൽ മതി. എന്നിട്ട് അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് തരിയായി പൊടിക്കണം. കണ്ടോ, ഈ രീതിക്ക് പൊടിക്കണം. സാധാ പച്ചരി ആട്ടോ. എന്നിട്ട് അതുപോലെ എല്ലാം ഞാൻ പൊടിച്ചെടുക്കുന്നുണ്ട്. അമ്മയാണ് മിക്സിയുടെ ജാറിലേക്കൊക്കെ ഇടണേ. അപ്പോൾ അതിൻ്റെ ഞാൻ കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഉപകാരമാവും. പിന്നെ എനിക്കും അമ്മ പോയി കഴിഞ്ഞാൽ എനിക്കും വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാം, വീഡിയോ കണ്ടുകൊണ്ടാണെങ്കിലും ഉണ്ടാക്കാം. അങ്ങനെ എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്, തരിയായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ ഇച്ചിരി കൂടി തരി ഉണ്ടെങ്കിൽ നല്ലതാണ്. രവയൊക്കെ ഉണ്ടാവില്ലേ, അതുപോലെ ഇരിക്കണം. എന്നിട്ട് ഒരു അരിപ്പ എടുത്തിട്ട് അതിൻ്റെ നൈസ് പൊടി ഉണ്ടാവില്ലേ, അത് ഇങ്ങനെ അരിച്ച് കളയണം. എൻ്റെ മലയാളത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണേ. അപ്പോൾ ഇങ്ങനെ അരിച്ചിങ്ങനെ അതിൻ്റെ ചെറിയ പൊടി ഉണ്ടാവുമല്ലോ, പൊടിയൊക്കെ കളയണം. അതിൻ്റെ തരി മാത്രമേ എടുക്കണം. അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരണം കേട്ടോ. എന്നിട്ട് ഇങ്ങനെ തരിയൊക്കെ ഒരു ചെറുവയിലേക്ക് എന്തെങ്കിലും പാത്രത്തിലേക്ക് ഇട്ട് വയ്ക്കാം.
പൊടി നമുക്ക് വേറെ എന്തെങ്കിലും ഉണ്ടാക്കാനായിട്ട്, പിന്നെ വേറെ എന്തെങ്കിലും സ്നാക്സോ എന്തെങ്കിലും ഉണ്ടാക്കാനായിട്ട് ആ പൊടി ഉപയോഗിക്കുക കേട്ടോ. ഇപ്പം നമുക്ക് പാപ്പുട്ടിന് വേണ്ടത് ഈ തരിയാണ്. കൊടകിൽ പാപ്പുട്ടെന്ന് പറയും. ഇതിന് പാലൊക്കെ ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കണേ. ഞാനിപ്പോൾ പാലൊന്നും ഒഴിക്കുന്നില്ല. പെട്ടെന്ന് നമുക്ക് രാവിലെയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് കാണിക്കുന്നതാണ് കേട്ടോ. ഇങ്ങനെ തരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരം രാവിലെയൊക്കെ ഇങ്ങനെ പാപ്പുട്ട് ഉണ്ടാക്കാം. എന്നിട്ട് അതിന് തേങ്ങ വേണം. തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട്. അരമുറി തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട്. ഇപ്പം എന്തേ 1.5 കപ്പ് 1.5 നാഴി തരി എടുത്തിട്ടുണ്ട്. തരി എടുത്ത് ഒരു ബൗളിലേക്ക്, കുഴിയുള്ള ഒരു ബൗളിലേക്ക് ഇടണം. എന്നിട്ട് അതിന് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം. ഉപ്പിട്ടിട്ട് വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ചിട്ട്, വെള്ളത്തിന് അളവൊന്നുമില്ല കേട്ടോ. അളവ് ഇപ്പോൾ നിങ്ങൾ വീഡിയോ നോക്കിയിട്ട് മനസ്സിലാക്കിയാൽ മതി. എന്നിട്ട് ഉപ്പ് എല്ലായിടത്തും പിടിക്കാനായിട്ട് വെള്ളത്തിലൊക്കെ ഇങ്ങനെ കലങ്ങാനായിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കണം. ശരിക്കും ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇച്ചിരി കൂടി വെള്ളം വേണം കേട്ടോ. ഇച്ചിരി കൂടി വെള്ളം ഒഴിക്കണം. ഇച്ചിരി കൂടി വെള്ളം ഒഴിച്ചു. അത് കുറച്ച് കഴിയുമ്പോൾ അത് പിന്നെയും കുതിരുമ്പോൾ ഇച്ചിരി കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് എല്ലാം നന്നായി ഇളക്കണം. ഇളക്കിയിട്ട് പാകത്തിന് ഉപ്പ് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് സ്റ്റീലിൻ്റെ പ്ലേറ്റിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കണം. സ്റ്റീലിൻ്റെ പ്ലേറ്റ് വേണം, വേറെ പ്ലേറ്റ് ഇതിന് പറ്റില്ല. സ്റ്റീലിൻ്റെ പ്ലേറ്റിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. കറക്റ്റ് 2 പ്ലേറ്റിലേക്കും കറക്റ്റായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. പകുതിയേ വരാവുള്ളൂ കേട്ടോ. പകുതി 3/4 ഭാഗം വരെ വരാം. എന്നിട്ട് ഇതിലേക്ക് പാൽ ഒഴിക്കുകയാണെങ്കിൽ, പാല് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ഇച്ചിരി കൂടി ടേസ്റ്റ് കൂടും. അതിനാണ് ഇതിന് പാപ്പുട്ടെന്ന് പറയുന്നത്. പാൽ ഒഴിച്ചിട്ട് ഉണ്ടാക്കുന്നതിനാണ് പാപ്പുട്ടെന്ന് പറയുക. അപ്പോൾ പാൽ ഇച്ചിരി ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇച്ചിരി കൂടി വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. ലാസ്റ്റ് വെള്ളം ഒഴിച്ചിട്ട് ഇളക്കിയിട്ടാണ് വെക്കണത്. അത് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ മുകളിലേക്ക് മൊത്തം ചെറുകിയ തേങ്ങ മൊത്തം അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഈ കൊടകിൽ ഈ നൂപ്പുട്ട്, പാപ്പുട്ട്, കടുംപുട്ട് ഇങ്ങനെയുള്ള പുട്ടുകളാണ് പേര്. വെറൈറ്റി പേരാണ്. പക്ഷേ കടുംപുട്ട് എന്ന് പറഞ്ഞാൽ പിടിയാട്ടോ. പിടി വേറെ രീതിയിലാണ്, വലിയ വലിയ പോലെ ആക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത് ഞങ്ങളുടെ കൊടകിൽ. അപ്പോൾ അമ്മ കുറേ ദിവസമൊന്നും നിൽക്കില്ല. അപ്പോൾ ഓരോ വീഡിയോ ഞാൻ പറ്റുവാണെങ്കിൽ ഇടാം. അപ്പോൾ ഇങ്ങനെ എല്ലാം ലെവലാക്കി വെച്ചു. ഇതിൽ ഇച്ചിരി വെള്ളം കുറഞ്ഞു പോയി. അപ്പോൾ ഇച്ചിരി കൂടി വെള്ളം ഒഴിക്കുക കേട്ടോ. നിങ്ങൾ അതിൻ്റെ അളവ് ഇങ്ങനെ കണ്ടോളൂ. എന്നിട്ട് ഇങ്ങനെ ഒഴിച്ചു. എന്നിട്ട് നന്നായി ഇളക്കിയിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. നന്നായി ഇളക്കിയിട്ടാണ് ഇഡ്ഡലി പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ ഇഡ്ഡലി പാത്രത്തിൻ്റെ അടിയിൽ ഇച്ചിരി വെള്ളം ഉണ്ട് കേട്ടോ. ഇഡ്ഡലി പാത്രത്തിൻ്റെ അടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു തട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ പ്ലേറ്റ് വെച്ച് കൊടുക്കണം. പ്ലേറ്റ് വെച്ചിട്ട് ഇല്ലിയുടെ 2 ചെറിയ കഷ്ണം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് അതിൻ്റെ മുകളിൽ, പ്ലേറ്റിൻ്റെ മുകളിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു പ്ലേറ്റ് വെക്കുക. ഇങ്ങനെ കണ്ടോ. വലിയ ഇഡ്ഡലി പാത്രം ആണെങ്കിൽ 3 പ്ലേറ്റ് വരെ നമുക്ക് വെക്കാം. അപ്പോൾ ഒറ്റ അടിക്ക് പാപ്പുട്ട് ഉണ്ടാക്കി തീരും. ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് വേവിച്ചിട്ടുണ്ട് കേട്ടോ. 15 മിനിറ്റ് വേവിച്ചിട്ടുണ്ട്. ഇപ്പോൾ കറിയുടെ കൂടെ ഇങ്ങനെ നമുക്ക് കഴിക്കാം. അപ്പോൾ വളരെ എളുപ്പമാണ്. വൈകുന്നേരം ആണെങ്കിലും രാവിലെ ആണെങ്കിലും പെട്ടെന്ന് തറി ഉണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി പിള്ളേർക്ക് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നെക്സ്റ്റ് വീഡിയോയിൽ വരാം. അതുവരെ എല്ലാവർക്കും ബൈ.